പാർട്ടിലേക്ക് വരാം. മറ്റേ തിയറി പാർട്ടെല്ലാം നമ്മൾ കണ്ടതാണ്. സെമി കണ്ടക്ടർ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഡയഗ്രാം ഷോസ് ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ സെമി കണ്ടക്ടേഴ്സ്. നോക്കുക, ആദ്യത്തെ നോക്കി എ സെമി കണ്ടക്ടർ ആണ്. കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്പ് ചെയ്തത്. ഇവിടെയും ബിയുടെ കണ്ടീഷനും ഏകദേശം അതേപോലെ തന്നെ. സ്മോൾ ഗ്യാപ്പ്, ബട്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ല ഗ്യാപ്പിനെ കുറിച്ച്. പക്ഷെ സി എന്ന് നോക്കിക്കേ, സിയുടെ കാര്യം പറഞ്ഞാൽ ഇ ജി ദ എനർജി ബാൻഡ്, എനർജി conduction band, valence band is a conduction band and this is the valence band. അത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് Eg is greater than kT, thermal energy. kT ആണ് thermal energy, T എന്ന് പറയുന്നത് room temperature. T is a room temperature. ഇതിനകത്ത് നോക്കിയാൽ Eg is ഇവർ തരും ഇവിടെ T is a room temperature എന്ന്. Eg is equal to K into T ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വെരി മച്ച് ഗ്രേറ്റർ ദാൻ kT ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഇൻസുലേറ്റർ. ഞാൻ നിങ്ങൾക്ക് തിയറി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. 1 electron volt ആണെങ്കിൽ you can take it as semiconductor. More than 3 electron volt ആണെങ്കിൽ you can go for insulators എന്ന് പറയും. ഇപ്പോൾ ഞാൻ ആ 3 electron volt അല്ലെങ്കിൽ 1 electron volt മാറ്റിയിട്ട് ഫോർമുലാസിന്റെ ലെവലിലേക്ക് കൊണ്ടുവന്നു. സോ യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ് അഗെയിൻ. എല്ലാ രൂപത്തിലും വന്നിട്ടില്ല. സോ Eg വെരി മച്ച് ഗ്രേറ്റർ ദാൻ kT ആണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻസുലേറ്റർ. Eg ഈസ് ഈക്വൽ kT ആണെങ്കിൽ ഇറ്റ് ഇസ് എ സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, വെരി മച്ച് ലെസ് ദാൻ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് വരാം. ഇതിനകത്ത് Eg ഈസ് വെരി മച്ച് ലെസ് ദാൻ kT എന്നുള്ള ലെവലാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓവർലാപ്പ് ചെയ്ത് തന്നെ കിടക്കുകയാണ്. സോ വിച്ച് ഇസ് അവർ ആൻസർ? ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്തതിലേക്ക് നോക്കിയേ, ലോജിക് ഗേറ്റ്സ് എക്സ് ആൻഡ് വൈ ഹാവ് ദ ട്രൂത്ത് ടേബിൾ ആസ് ഷോൺ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഓരോന്ന് തന്നിട്ടുണ്ട്. എക്സും വൈയും കൂടി കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വൈനകത്ത് നോക്കിയാൽ ഒരു ടെർമിനുണ്ട്, ഇൻപുട്ട് ഒരു ടെർമിനൽ, ഔട്ട്പുട്ട് ഒരു ടെർമിനലുള്ളൂ. സോ ഇറ്റ് ഇസ് എ നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന് മാത്രമേ ഉള്ളൂ ഏത് 1 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അത് നോട്ട് ആണ്. സോ ദ ആൻസർ ക്യാൻ ബി നോട്ട്, നോർ ഓർ നാൻഡ്. ഇനി അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ് ഇനി നോക്കേണ്ടത് ഇല്ലേ. സി എന്ന് പറയുന്നത് നോക്കിയേ, 0 0 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, 1 0 അതും 0 ആണ്, 0 1 0 ആണ്, 1 1 ഔട്ട്പുട്ട് 1 വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഇത് എന്ത് ഗേറ്റ് ആണെന്ന് അറിയാൻ നമുക്ക് എ ഡോട്ട് ബി എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് അല്ലേ, എ ഡോട്ട് ബി. സോ ഇറ്റ് ഇസ് ആൻ ആൻഡ് ഗേറ്റ് ആണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? രണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിട്ട് തന്നെ കിട്ടും, നമുക്ക് ലോ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഒരു കണ്ടീഷൻ മാത്രമേ അതിന് ഔട്ട്പുട്ട് ഉള്ളൂ, 1 1 1. പിന്നെ ഇതെന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞു, അത് എന്താണ് നോട്ട് ഗേറ്റ് ആണ്. 1 കിട്ടുകയാണെങ്കിൽ ആ പുറത്തേക്ക് എന്ത് വരും, അതിന് ജസ്റ്റ് റിവേഴ്സ് വരും. സോ ഇത് എന്ത് ഗേറ്റ് ആണ്? ദിസ് ഇസ് എ നാൻഡ് ഗേറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. ദ ലെങ്ത് ഓഫ് ജർമേനിയൻ റോഡ് ഈസ് 0.28 centimeter and its area of cross section is 1 millimeter square. അപ്പോൾ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, എൽ ഇസ് ഗിവൺ. അടുത്ത ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഇഫ് ഫോർ ജർമേനിയം Ni, the number of density of intrinsic semiconductor Ne into Nh is equal to Ni square. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇല്ലേ. സോ Niയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Ni 2.5 into 10 raised to 19 meter raised to -3. mu h the value തന്നിട്ടുണ്ട് 0.19 meter square per volt per second ആണ് തന്നിരിക്കുന്നത് അല്ലേ. mu e and mu h എന്ന് പറയുന്ന മൊബൈലിറ്റി ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ആണ്. mu h എന്ന് പറയുന്ന മൊബൈലിറ്റി ഓഫ് ഹോൾസും mu e എന്ന് പറയുന്നത് മൊബൈലിറ്റി ഓഫ് ഇലക്ട്രോൺസുമാണ്. ഞാൻ ഈ പ്രോബ്ലം പ്രത്യേകിച്ച് എടുത്ത് ഇടാൻ കാരണം ഈ ഒരു പാർട്ട് ഞാൻ തിയറി എടുത്തപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. പ്രോബ്ലം ചോദിക്കുന്ന ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും പ്രോബ്ലം ചോദിക്കുക ആ ഇതിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് Ni, നമ്മൾ ഫോർമുല ഇങ്ങനെയാണ്, Ne ഇൻറ്റു Nh ഈസ് ഈക്വൽ ടു Ni സ്ക്വയർ. അതാണ് ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യും. Niയുടെ വാല്യൂ ഇവരെന്തായാലും നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോർമുലയുടെ കാര്യത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, റോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാം. റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഓർ ഇങ്ങനെയും എഴുതാം, L ഡിവൈഡഡ് ബൈ 1 by rho എന്നുള്ള രൂപത്തിൽ പോകാം. കണ്ടക്ടിവിറ്റി
സിഗ്മ എ എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇതാ ഈ ഒരു സാധനമാണ് എനിക്ക് വേണ്ടത്. ദാറ്റ് ഈസ് സിഗ്മ, ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. അതിന്റെ ഫോർമുലയാണ് വേണ്ടത്. അതിന്റെ ഫോർമുല എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് L divided by sigma is equal to Ni into E into mu E plus mu H, mu E plus mu H, that is area. Clear ആയല്ലോ? So sigma, the conductivity of the semiconductor, അതാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഫോർമുല ഓർത്തിരിക്കണം എല്ലാവരും. ഇനി ആ ഫോർമുലയിലെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 0.928 സെൻറ്റിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് മാറ്റണം. 0.928 into 10 raised to minus 2 the whole divided by. ഇനി NIയുടെ വാല്യൂ തന്നിട്ടുണ്ട്. NIയുടെ വാല്യൂ എത്രയാണ്? 2.5 into 10 raised to 19 meter raised to minus 3. ചിലപ്പോൾ NIയുടെ വാല്യൂ ആയിരിക്കില്ല തരുന്നത്. NEയുടെ വാല്യൂയും NHന്റെ വാല്യൂയും കിട്ടും. NEയുടെ വാല്യൂയും NHന്റെ വാല്യൂയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് NE into NH എന്ന് പറഞ്ഞ് എന്തെന്ന് എഴുതാം? NI സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ NI സ്ക്വയറിൽ നിന്ന് എന്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? NIയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ അത് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 2.5 into 10 raised to 19. ഇനി അടുത്ത E, ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, എല്ലാവരും ഓർത്തിരുന്നോളാം. ദാറ്റ് ഈസ് 1.6 into 10 raised to minus 19 into mu H mu E, രണ്ടും SI യൂണിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0.19 plus 0.39 into the area തന്നിട്ടുണ്ട്. അതെ, ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 1 millimeter സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മാറ്റണം. 1 millimeter സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് 1 into 10 raised to minus 3 ആണ്. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് തെറ്റിക്കരുത്. അത് meter square ആണ് വേണ്ടത്. So it is 1 into 10 raised to minus 3 the whole square, that is 1 into 10 raised to minus 6 into 10 raised to minus 3 the whole square. ഇപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം 2 millimeter സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ എടുത്ത് 2 into 10 raised to minus 3 the whole square എന്ന് എടുത്തിട്ട് കളയും. So 4 into 10 raised to minus 6 എന്ന് വരും. That is not the thing. ഞാൻ മില്ലിമീറ്റർ സ്ക്വയറിന് മാത്രം മാറ്റിയാൽ മതി. അതായത് 1 into 10 raised to minus 3, അതായത് 1 into 10 raised to minus 3 the whole square, അല്ലെങ്കിൽ 2 into 10 raised to minus 3 the whole square, 2 into 10 raised to minus 6. Okay, so ഇവിടെ എന്തായിരിക്കും? 1 into 10 raised to minus 3 the whole square, that is 10 raised to minus 6. So അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്ന 4000 kilo ohm, 4000 ohm എന്നാണ് കിട്ടുന്നത്. or you can put it as 4K. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ കിട്ടുന്നത് 4000 ohm or you're getting as 4 kilo ohm. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് അവിടെ പരീക്ഷ ഹാളിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ ഇത്രയും കൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ദാറ്റ് ഈസ് തരുന്നത്. സോ ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് 1.6 into 10 raised to minus 19 എന്നാണ് 9 എന്ന് ഇട്ടിട്ടുള്ളൂ. സോ നോക്കുക, പരീക്ഷയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും തരുന്നത്. ഇതും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസേ ഉള്ളൂ നിങ്ങൾക്ക്. ആ 10 raised to 9, 10 raised to minus 19 ഒക്കെ വെട്ടിപ്പോയിക്കോളും. 0.19 into 0.39 into 0.48 എന്നുള്ള എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. സോ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ Ni into E into mu E plus mu H. ആ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം വളരെ എളുപ്പമാണ്. ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് സ്ക്വയർ ഇൻപുട്ട് സിഗ്നൽ ഓഫ് 10 volt is applied as shown. നോക്കുക, 10 volt പൊക്കത്തേക്ക് 5 volt, 0 to 5 volt, 0 to താഴത്തേക്ക് -5 volt. അപ്പോൾ ഈ ഒരു ഭാഗം ആദ്യത്തെ സൈക്കിൾ നോക്കിയേ, ആദ്യത്തെ സൈക്കിള് ദിസ് ഇസ് ഇൻ ദ ഫോർവേഡ് ബയസ് കണ്ടീഷൻ ഇല്ലേ? ഇവിടെ പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഇസ് ദ ഫോർവേഡ് ബയസ്. സോ ദ ഡയോഡ് ഇസ് ഗോയിങ് ടു കണ്ടക്ട്. പക്ഷേ നെഗറ്റീവ് 5 volt കണ്ടക്ട് ചെയ്യുമോ? ഇല്ല, റിവേഴ്സ് ബയസ് ആണ്. സോ ദ ഡയോഡ് ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് കണ്ടക്ട്. ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പൊ എന്ത് മാത്രമേ കണ്ടക്ട്? പോസിറ്റീവ് 5 volt മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതല്ല, ഈ ഡയോഡ് തല തിരിച്ചാണ് കണക്ട് ചെയ്തിരുന്നെങ്കിലോ
ഡയോഡ് തിരിച്ചാണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് കിട്ടിയതിനെ നമുക്ക്? ഡയോഡ് തിരിച്ചാണ് കണക്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് ദിസ്, തിരിച്ചാണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയതിനെ? -5 വോൾട്ട് ആയിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഗോയിങ് ടു കണ്ടക്ട് ദ -5 വോൾട്ട്. ഓക്കെ ആയോ? ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഡയോഡ് തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് -5 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് സൈക്കിൾ അത് കണ്ടക്ട്, നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇത് എന്താവുള്ളൂ? ഫോർവേഡ് ബയസ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് +5 വോൾട്ട്. സോ എ ഈസ് ദ ആൻസർ. ഇവിടെ എന്തായിരുന്നു ആൻസർ? ഞാൻ പറഞ്ഞു ബി, അല്ലേ? ബി. ദിസ് ഇസ് എ ഈസ് ദ ആൻസർ. ഇപ്പൊ തല തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു? ദിസ് വുഡ് ഹാവ് ബീൻ ദ ആൻസർ. -5 വോൾട്ട് ആയിരുന്നു ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കിക്കേ. ഡയോഡ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യണമെന്നിരിക്കട്ടെ. സംതിങ് ലൈക്ക് ദിസ്, ആൻഡ് ദിസ് ഇസ് RL. എന്ത് സംഭവിക്കും? ഇവിടെ പ്ലസ് ആകുമ്പോൾ this diode is in the reverse bias condition. Diode എന്ത് ബയാസിലാണ്? റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ്. സോ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആയി കിടക്കും. ദിസ് ഇസ് RL. ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് കിട്ടും. പൊക്കത്തേക്കുള്ള 5 വോൾട്ട് അത് നമുക്ക് കിട്ടും. ദ 5 വോൾട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് V0 ഈസ് ഈക്വൽ ടു 5 വോൾട്ട് കിട്ടും. ശരിയല്ലേ? നെഗറ്റീവ് സൈക്കിൾ ആകുമ്പോൾ ഈ ഡയോഡ് എന്ത് ബയാസ് ആണ്? ഫോർവേഡ് ബയാസ് ആണ്. ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദാ ഇവിടെ ഷോർട്ട് ആവും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ V0ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ പോസിറ്റീവിന് അത് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവിന് അത് കണ്ടക്ട് ചെയ്യില്ല. സോ അങ്ങനെയും ഡയോഡിന്റെ വാല്യൂസ് നമുക്ക് കണക്ട് ചെയ്ത് ചോദിക്കാം. ഈ കാര്യങ്ങൾ ക്ലിയർ ആയാലും ഇപ്പൊ ഡയോഡ് സാറ് ഇപ്പൊ സീരീസ് ഈ തലതിരിച്ച് കണക്ട് ചെയ്യാം. തല തിരിച്ചായിരിക്കും കണ്ടീഷൻസ് വരുന്നത്. സോ രണ്ട് രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് സീരീസ് പാരലൽ കോമ്പിനേഷൻ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്ത് കിട്ടി. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. എ ഫുൾ വേവ് റെക്ടിഫയർ RL ഈസ് ഈക്വൽ ടു 1500 ohm. ദ ഫിൽട്ടർ യൂസ്ഡ്, നോ ഫിൽട്ടർ യൂസ്ഡ്, ഫിൽട്ടർ ഒന്നും യൂസ് ചെയ്തില്ല. അതായത് L ഫിൽട്ടർ, C ഫിൽട്ടർ, LC ഫിൽട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. The forward bias FB എന്നാണ് ഇട്ടേക്കുന്ന. The forward bias resistance of the diode is 10 ohm. ഐഡിയൽ ഡയോഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. RFന് വാല്യൂ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. The efficiency of the rectifier is A is equal to 81.2%, B is equal to 40.6%, C is equal to 80.6%, D is equal to 40.2%. നോക്കിയേ, ഇതിന്റെ ടാബിൾ കോളം ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ടാബിൾ കോളം ഉപയോഗിക്കരുത്. അതായത് അത് പഠിച്ചിട്ട് വന്ന കുട്ടിയും ഉപയോഗിക്കരുത്. അതിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഐഡിയൽ ഡയോഡിൻ്റെ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ ഫോർമുലനകത്ത് അവിടെ അപ്ലൈ ചെയ്ത് പോകാമായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വാല്യൂ എഴുതി കൊടുക്കാമായിരുന്നു ആ ടാബിൾ കോളത്തിനകത്തുള്ള. പക്ഷേ ഇതിനകത്ത് നമ്മൾ അത് സോൾവ് ചെയ്ത് തന്നെ പോകണം. ഇഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്, ഇല്ലേ? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? DC ആണ് കിട്ടുന്നത്. ഇൻപുട്ട് എന്താണ് കിട്ടുന്നത്? AC ആണ് കിട്ടുന്നത്. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് PDC ഡിവൈഡഡ് ബൈ PAC. ഒന്നും ഓർത്തിരിക്കുന്ന വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങളില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി പവർ എങ്ങനെ എഴുതാം? I²R എന്ന് എഴുതാം. ശരിയല്ലേ? സോ I²R എന്നുള്ള രൂപത്തിൽ എഴുതാം. I² എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്ത് കറണ്ടാണ്? ആവറേജ് കറണ്ട്, DC കറണ്ടിന്റെ ഇതാണ്, അല്ലേ? അതായത് 2Im/π. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. എത്രയാണ് അവിടുത്തെ DC? 2Im/π ആണ് നമുക്ക് വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഈസ് I² 2Im/π the whole square into RL, ഔട്ട്പുട്ട് അവിടെ ലോഡ് RL ഡിവൈഡഡ് ബൈ PAC എന്ന് പറയുമ്പോൾ ഇൻപുട്ടിന്റെ അവിടെ AC ആണ്. എന്താണ് നമ്മൾ അവിടുത്തെ RMS വാല്യൂ എന്ന് പറയുന്നത്? Im/√2. AC കറണ്ടാണ്. സോ അവിടെ എന്താണ് എടുക്കേണ്ടത്? RMS വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് Im/√2. സോ I² എന്ന് പറയുമ്പോൾ എന്ത് വരും? Im/√2 the whole square. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
എന്തൊക്കെയുണ്ട്? ഡയോഡ് റെസിസ്റ്റൻസും ഉണ്ട്, അതേപോലെ ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്. പക്ഷെ ഔട്ട്പുട്ടിന് അവിടെ എന്താ? ഡയോഡ് റെസിസ്റ്റൻസ്, ഡയോഡ് കഴിഞ്ഞിട്ടല്ലേ ഔട്ട്പുട്ടിന് ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ RFന്റെ വാല്യൂ എടുക്കേണ്ട കാര്യമില്ല, ഇല്ലേ? സോ ഇറ്റ് ഈസ് RF പ്ലസ് RL എന്ന് ഉപയോഗിക്കാം. RF പ്ലസ് RL എന്ന് ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, സെൻട്രൽ ടാപ്പ് എന്നോ ബ്രിഡ്ജ് എന്നോ പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് സെൻട്രൽ ടാപ്പ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സെൻട്രൽ ടാപ്പ്. ബ്രിഡ്ജ് എന്നെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ 2 ഡയോഡ്സ് വിൽ ബി കണ്ടക്ടിങ് അറ്റ് എ ടൈം. 2 ഡയോഡാണ് അറ്റ് എ ടൈം കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ഉപയോഗിക്കണം? 2RF എന്ന് ഞാൻ ഉപയോഗിക്കേണ്ടി വന്നേനെ. ക്ലിയർ ആയോ ആ ഒരു കാര്യം? ഇനി ഇവിടെ ഫുൾ വേ റെക്ടിഫയർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല വന്നത്. ഫുൾ വേ റെക്ടിഫയർ അല്ല, ഹാഫ് വേ റെക്ടിഫയർ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് 2Im/π എന്നല്ല വരുന്നത്, ഇറ്റ് ഈസ് Im/π എന്നേ വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഔട്ട്പുട്ട് Im/π. സോ ഇതാണ് നമുക്ക് അവിടെ, ഇവിടുത്തെ കാര്യം സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് Im/√2² ആണ്. RF പ്ലസ് RL എന്നായിരിക്കും നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്, ഇല്ലേ? സോ ദിസ് ഇസ് ദ കണ്ടീഷൻ. ഇനി നമുക്ക് ആ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എല്ലാവരും ആ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് അപ്പോൾ കിട്ടുന്നത് 0.812 into RL divided by RF plus RL. RF plus RL. നോക്ക്, ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, ടാബുലർ കോളത്തിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഐഡിയൽ ഡയോഡ്, ഇഫ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഡയോഡ് ടേക്ക് RF is equal to 0, എന്നിട്ട് ഐഡിയൽ ഡയോഡിന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു ഐഡിയൽ ഡയോഡിന്റെ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫോർമുല ഓർത്തിരുന്നാലും മതി. ഇത് ഞാൻ ഈ ഫോർമുല മറന്നുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നതാണ് ഈ ഡയറക്റ്റ് ഫോർമുല എഴുതി തന്നു പോയത്. സോ ഇഫ് ഇറ്റ് ഇസ് ആൻ ഐഡിയൽ ഡയോഡ് ഇറ്റ് ഈസ് 81.2% എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഐഡിയൽ ഡയോഡ് അല്ല, അവിടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയും തന്നിട്ടുണ്ട്? 10 ohm തന്നിട്ടുണ്ട്. RL വാല്യൂ 1500 എന്ന് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് RL വാല്യൂ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 0.806. So that is 80.6%. So C is the answer. C is the answer. Clear ആയാലും എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? സോ അതെല്ലാവർക്കും ക്ലിയർ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് നീങ്ങാം. അടുത്ത പ്രോബ്ലം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങളുടെ ഫോർമുല ഓർത്തിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണ്. എന്താണ് നമ്മുടെ ഫോർമുല? Ne into NH is equal to Ni square. ഇതാണ് നമ്മുടെ അവർ പറയുന്നത്. ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 1.5 into 10⁻16 എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? സോ നമുക്കത് നോക്കാം. സോ ഇറ്റ് ഈസ് 1.5 into 10⁻16 the whole square is equal to Ni square എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Ni square എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡോപ്പിംഗ് ബൈ ഇൻതിയം ഇൻക്രീസസ് NH2 എത്രയാണെന്ന് പറയുന്നത് 4.5 into 10⁻22. അപ്പൊ ആ വാല്യൂ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം, ഇല്ലേ? NH അവിടെ ഇട്ട് കൊടുക്കാം. സോ ഇറ്റ് ഈസ് Ne into NH. Ni square സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് Ne into NH square. സോ NHന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4.5 into 10⁻22. സോ ഇതിൽ നിന്ന് നമുക്ക് Ne വാല്യൂ കണ്ടുപിടിക്കാം. Ne is equal to 1.5 into 10⁻16 the whole square divided by 4.5 into 10⁻22 and the value comes in E to be 5 into 10⁻9. 5 into 10⁻9 ഒന്നുമില്ല, 1.5 into 1.5 എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് 10⁻16 ആണ് സ്ക്വയർ ചെയ്ത് കൊടുക്കുക. 16 into 2 എന്ന് പറയുമ്പോൾ 32. ഈ 10⁻−22 മേളിൽ കൊണ്ടുപോവുക. സോ ഇറ്റ് ബിക്കംസ് 10 അത് വന്നോളും ഡിവൈഡ് ബൈ 4.5. ഇത്ര ഉള്ള അതിനകത്തുള്ളൊരു കാര്യം. സോ ഇറ്റ് ഈസ് 4.5 into 10⁻22. 10⁻22. ഓക്കെ. സോ ഇറ്റ് ഈസ് 5 into 10⁻9 കിട്ടി. ഇപ്പോൾ നോക്കിക്കേ, Ne യുടെ വാല്യൂ എന്ന് പറയുന്ന 5 into 10⁻9ഉം
NH വാല്യൂ എന്ന് പറയുന്നത് 4.5 into 10⁻22 ആണ്. ശരിയല്ലേ? അപ്പൊ ഇതിനകത്ത് ആരാണ് ഗ്രേറ്റർ ആയിട്ട് കിടക്കുന്നത്? NH ആണ് ഗ്രേറ്റർ ആയിട്ട് കിടക്കുന്നത്. ബിക്കോസ് NH വാല്യൂ 4.5 into 10⁻22 NE വാല്യൂ എന്ന് പറയുന്ന 5 into 10⁻9 ആണ്. അങ്ങനെയാണെങ്കിൽ NH is greater than NE. NH is greater than NE. NH greater than NE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? The number of holes is greater than the number of electrons. Majority carriers ഇല്ലേ? Majority carriers holes ആണ്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? P ടൈപ്പ് ആണ്. ഈ ടൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാം. ഇത് വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരേ വാല്യൂസ് ഒക്കെ തന്നെ ആയിരിക്കും ഇട്ട് തരുന്നത്. ക്ലിയർ ആയോ? സോ ഈ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് കളയാം. ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ സിയും ബിയും നോക്കാം. സിയും ബിയും നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആയിട്ടാണ് കിടക്കുന്നത്. ക്ലിയർ ആയ എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം? ഈ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. NE into NH is equal to NI². നേരത്തെ ഒരു ഫോർമുല ഞാൻ പഠിപ്പിച്ചു, കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല ഇല്ലേ? അതും ഓർത്തോളണം. NI into E into μE plus μH എന്ന് പറയുന്ന ആ ഒരു ഫോർമുല അതും ഓർത്തിരിക്കണം. സോ ദിസ് ഈസ് ദ ആൻസർ നൗ. അടുത്ത നമുക്ക് ഏഴാമത്തെ ഐഡന്റിഫൈ ദ ഗേറ്റ്സ് ആണ്. എപ്പോഴും ഗേറ്റ്സിന്റെ സാധനം ചോദിക്കാറുണ്ട്. സോ ഗേറ്റ് ആണ് നോക്ക. ഇതിനകത്ത് രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട്. രണ്ടും ഹൈ വാല്യൂ ആകുമ്പോൾ 1 ഉണ്ട്. പക്ഷെ ഇവിടെ 0 ഡൗൺ ലോ വാല്യൂ പോയി. ഇവിടെയും ലോ വാല്യൂ ആണ്. ഔട്ട്പുട്ട് ഇല്ല. ഒന്ന് ഹൈയും ഒന്ന് ലോവും, ഒന്ന് ഹൈയും ഒന്ന് ലോയും. അതാണ് ഇവിടുത്തെ ഈ ഭാഗം, ലോവും ഹൈയും. അപ്പോഴും എന്താ കിട്ടുന്നത്? ലോ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്? രണ്ടും ഹൈ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുന്നുള്ളൂ. രണ്ടും ഹൈ ആകുമ്പോൾ മാത്രം നമുക്ക് ഹൈ ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ അത് എന്താണ്? ഒരു ആൻഡ് ഗേറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇത് വേപ്പം തല തിരിച്ചും ചോദിക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ മേളിലേക്ക് കയറാം എന്ന് പറയുമ്പോൾ ഇതിനെ നേരെ തല തിരിച്ച്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയും വേവ് ഫോംസിന്റെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ നമുക്ക് ഇത്രയും ഭാഗം? ഓക്കെ. ഇത് നോക്കി, ഇതിന്റെ ഇടയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. ചുമ്മാ കൂടെ വായിച്ചുകൊണ്ട് പറയാം, അത്ര തന്നെ ഉത്തരം. ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാതെ ഞാൻ നീങ്ങുന്നത്. ഞാൻ ചെയ്യിപ്പിക്കാത്ത ടൈപ്പിലുള്ളതൊക്കെ ഞാൻ കയറിപ്പോകുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ്, ആ തിയറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉള്ള പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. A transistor connected to CE board contains RL is equal to 5 kilo ohm, RI is equal to 1 kilo ohm. If the input peak voltage is 5 millivolt and the current gain is 50 ohm, find voltage gain. ഞാൻ തന്നിരുന്ന ഫോർമുല ഉണ്ട്. വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ട്. പവർ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ട്. ഈ ഫോർമുലാസ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം. CE മോഡിലുള്ളതും CC മോഡിലുള്ളതും ഇതെല്ലാം പഠിക്കണം. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലമാണ് ഞാൻ ഈ ചെയ്യിക്കുന്നത്. ഇതേപോലത്തെ പ്രോബ്ലം ആയിരിക്കും വീണ്ടും നിങ്ങൾക്ക് വരുന്നത്. പവറിനും അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിനിന്റെയും സംഗതിക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ആൽഫ, ബീറ്റ, ഗാമ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ഉപയോഗിച്ചിട്ടുള്ള ആ പ്രോബ്ലംസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. ആൽഫയുടെ വാല്യൂ തരും, ബീറ്റയുടെ വാല്യൂ, ഗാമയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ബീറ്റ തന്നിട്ട് ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ്. അങ്ങനത്തെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ചെയ്യിപ്പിക്കാത്തതിന്റെ കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് മാത്രമാണ്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മാത്രമാണ് ആ കാര്യങ്ങൾ ചെയ്യാത്തത്. അതുകൊണ്ട് ഇപ്പൊ അതിൽ നിന്ന് ഒരു മോഡ് ഓഫ് പ്രോബ്ലമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം മാത്രം പഠിക്കാനുള്ളതല്ല. പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. വോൾട്ടേജ് ഗെയിൻ സിയും CBയും എല്ലാത്തിൻ്റെയും അത് കാണിക്കാൻ, അത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള മാർഗവും ഞാൻ പറഞ്ഞു തന്നത് വളരെ സിമ്പിളായിട്ട്. വോൾട്ടേജ് ഗെയിൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ, ഒന്നും അറിയില്ല നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഗെയിൻ എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. അതങ്ങ് എഴുതുക. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I/R ആണ് ഇല്ലേ? I/R. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ് എന്ന് പറഞ്ഞ ഗെയിൻ ആണ്. നമുക്ക് CE മോഡാണ് തന്നിരിക്കുന്നത്. RL വാല്യൂ, RIയുടെ വാല്യൂ, അതായത് R1ന്റെ വാല്യൂ, Iയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഇല്ലേ? കറന്റ് ഗെയിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ് CEയിൽ. ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്. അപ്പൊ ഫോർമുല എനിക്ക് അറിയില്ല.
അങ്ങ് വിട്ടേക്ക്, ഫോർമുല എല്ലാം അങ്ങ് വിട്ടേക്ക്. അപ്പൊ എന്താണ് വോൾട്ടേജ് ഐ ഇൻറ്റു ആർ വേണം. ഐ ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ് ഗെയിൻ ആണ് തന്നിട്ട്. കറന്റ് ഗെയിൻ ഈസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കറന്റ് ഗെയിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 50 ആണ് പറഞ്ഞിരിക്കുന്നത്. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ് അവര് പറഞ്ഞിരിക്കുന്നത്. കറന്റ് ഗെയിൻ ഈസ് 50 ഓം അല്ല, വെറും 50 ഓമിൽ. അപ്പൊ 50, അപ്പൊ അത് കിട്ടി. അപ്പൊ വീണ AV ഈസ് ഈക്വൽ ടു ബീറ്റ CE ആയതുകൊണ്ടാണ് ഇൻറ്റു ഔട്ട്പുട്ട് R0 ഡിവൈഡഡ് ബൈ RI. R0 എന്നാവാം എഴുതുക. അപ്പൊ ബീറ്റയുടെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, 50 എന്ന് പറയുന്നത് കിടപ്പുണ്ട് അല്ലെ. R0ന്റെ വാല്യൂ ഉണ്ട്, RIയുടെ വാല്യൂ അവിടെ ഉണ്ട്. ആ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5 കിലോ ഓം ആൻഡ് 1 കിലോ. അതെ, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് 50 into 5 divided by 1 which is equal to A എന്ന് പറയുന്ന ആൻസർ കിട്ടും. 250 എന്ന് പറയുന്ന ആൻസർ അവിടെ കിട്ടും. ഇതൊക്കെ വെറുതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഗതികളാണ്. അതൊക്കെ നിങ്ങളെ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റുന്നത്. ആദ്യത്തെ കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞ എളുപ്പമാർഗ്ഗം മാത്രം ഓർത്തുകൊണ്ട് പോവുക. പവർ കാൽക്കുലേറ്റ് I²R എന്നുള്ള രൂപവും മറ്റേതാണെങ്കിൽ വോൾട്ടേജ് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, കറണ്ട് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം ഇല്ലേ, ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ട്, പിന്നെ ബാക്കിയുള്ളത് റെസിസ്റ്റൻസ് എഴുതി വെച്ചു. ഫോർമുല ഒന്നും കാണാൻ പഠിക്കേണ്ടതിന്റെ കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡ്. അടുത്ത നോക്കി, an NPN transistor can be considered to be equal to two diodes which of the following is correct word. രണ്ട് പ്രാവശ്യം ഞാൻ എഴുതി, അത് സാരമില്ല, ഒരെണ്ണം മാറ്റുക. which of the following is correct. ഈ ഡയഗ്രം കണ്ടപ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട. എന്താ NPN അങ്ങനെ നോക്കിക്കോളൂ. NPN എങ്ങനെ കിടക്കുന്നു നോക്ക്. B N P കോമ്പിനേഷൻ. So which one is അങ്ങനെ ഇതെന്താ? P കോമ്പിനേഷൻ N. So this is P and P ഇല്ലേ. അതേപോലെ D ആകുമ്പോൾ കോമ്പിനേഷൻ ഒന്നും വലുതായിട്ട് എഴുതാൻ പറ്റുന്നില്ല. NP എന്നാണ്. ഇതും അതേപോലെ തന്നെയാണ്. സോ ദിസ് വാസ് ഇറ്റ് അല്ലേ. സോ എന്താണ് ആൻസർ? ബി. വളരെ സിമ്പിൾ ആയിട്ട് നോക്കി എഴുതാമെന്ന് മാത്രമല്ല. ഡയഗ്രം കണ്ടാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ NP എന്ന് പറഞ്ഞു നോക്കാം. NP രണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നു. N again. So this is NP formula. ആ സാധനമാണെങ്കിൽ ഇത് C ആണെങ്കിൽ P and P കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. ഫീഡ്ബാക്കിന്റെ പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. ഫീഡ്ബാക്കിന്റെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? The voltage gain of an amplifier with 9% negative feedback is 10. നോക്ക്, ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ മതി, അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ചിലപ്പോൾ പറയത്തൊന്നുമില്ല. യു ഷുഡ് കൺസിഡർ ഇറ്റ് എസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഓസിലേറ്റർ എന്നുള്ള രൂപ ആംപ്ലിഫയർ പറഞ്ഞാൽ ഇവിടെ എന്താക്കാം? ഓസിലേറ്റർ ആക്കാം. ഫോർമുലയിൽ ചെറിയൊരു ചേഞ്ച് ആണുള്ള ഒരു മൈനസിന്റെ കാര്യം. AV divided by 1 plus beta AV അല്ലെങ്കിൽ 1 മൈനസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, പ്ലസ് എവിടെ ഉപയോഗിക്കണം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപ്ലിഫയറിന്റെ പോസിറ്റീവ് ഫീഡ്ബാക്കും ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ഫീഡ്ബാക്കും ഓസിലേറ്ററിന്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. The voltage gain of an amplifier with 9% of negative feedback is 10. The voltage gain without feedback will be ഇതോടെ ആരെ വാല്യൂ AVയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. സോ AF ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. AF ഓവറോൾ വിത്ത് ഫീഡ്ബാക്ക് AF ഈസ് ഈക്വൽ ടു AB 1 പ്ലസ് ബീറ്റ A. നമുക്ക് 1 പ്ലസ് എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ആംപ്ലിഫയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ പ്ലസ് ഉപയോഗിക്കാൻ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ ഓസിലേറ്റർ ആയിരുന്നു, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മൈനസ് ഞാൻ ഉപയോഗിച്ചേനെ. ഇനി വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. AFന്റെ വാല്യൂ എത്രയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് വാല്യൂ ഈസ് 10. ഇനി അടുത്തത് എന്താണ് അവര് പറഞ്ഞിരിക്കുന്നത്? ബീറ്റയുടെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 9% ഫീഡ്ബാക്ക്. ഇതിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 9% ഇല്ലേ. ദാറ്റ് ഈസ് 9/100 എന്ന് പറയുമ്പോൾ 0.09 9%. ഇനി അടുത്തതിന്റെ വാല്യൂ ആണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
10 is equal to A divided by 1 plus 0.098. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. ഡയറക്റ്റ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വാല്യൂസ് കിട്ടാനായിട്ട്, ഇല്ലേ? ഡയറക്റ്റ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇതിൽ നിന്ന് എന്ത് കിട്ടും? 10 into 1 plus 0.098 is equal to A. 10 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തോളൂ, അല്ലെങ്കിൽ A divided by 10 വേണമെങ്കിലും ചെയ്യാം. ഇങ്ങോട്ട് കൊണ്ട് A divided 1 plus 0.09 A is equal to അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 10 അകത്തേക്ക് ഇട്ടിട്ട് 10 plus 0.9A is equal to A എഴുതാം. ഇതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇല്ലേ? 10 is equal to A minus 0.9A. ഇതിൽ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? A യുടെ വാല്യൂ കണ്ടുപിടിക്കാം. that is value without feedback. A യുടെ വാല്യൂ without feedback, ഇല്ലേ? 10 divided by 0.1 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. and the answer is 100. 10 divided by 0.1 that is equal to 100. ക്ലിയർ ആയോ? ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് എടുക്കാം. അടുത്ത പ്രോബ്ലംസ് നോക്കാം. ഇനി ഇതൊന്നും പറയാനില്ല, പ്രോബ്ലം ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് തിയറിറ്റിക്കൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിയറിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇവിടെ ജസ്റ്റ് കൺഫ്യൂസിംഗ് ടൈപ്പിലേക്ക് പ്രോബ്ലംസ് ഇട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നോക്കാം. ഇനി സെമി കണ്ടക്ടർ ഡയോഡ് ദ റിവേഴ്സ് ബയാസ് കറന്റ് ഈസ് ഡ്യൂ ടു drift of free electron and holes caused by reverse biased current. Clear ayala? Reverse biased current is due to due to the drift of free electrons and holes caused by either thermal impurity expansion ആണ്, B impurity atoms ആണ്, C എന്ന് പറയുന്നത് both A and B, D എന്ന് പറയുന്നത് neither A nor B. നോക്കിയ തെർമൽ എക്സ്പാൻഷൻ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് നാച്ചുറലി അവിടെ റിവേഴ്സ് ബയാസിന്റെ കാര്യങ്ങൾ കൂടും. നമ്മൾ നേരത്തെ ട്രാൻസിസ്റ്ററിന്റെ കാര്യത്തിൽ പഠിച്ചു ICEO, ICBO എന്ന് പറയുന്ന റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്. ഇതെല്ലാം തെർമൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഡയോഡിന്റെ തെർമൽ ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണ്. മനസ്സിലായി? അപ്പോൾ എയും ബിയും സോ സി എന്ന് പറയുന്നതാണ് ബോത്ത് എ ആൻഡ് ബി എന്ന് നമുക്ക് എഴുതാം. സോ ഏതാണ് ആൻസർ? സി ആണ് ഇതിന്റെ ഉത്തരം നമുക്ക് വരുന്നത്. അടുത്തത് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ PN ജംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണ്, ടു എമൗണ്ട് ഓഫ് ഡോപ്പിംഗ്, 3 ടെമ്പറേച്ചർ. എല്ലാത്തിനും ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെമി സിലിക്കോൺ 0.6, 0.3, 0.7 എന്ന് പറയുന്ന ആ രൂപത്തിൽ ഡിപ്പെൻഡ് ആണ്. സിലിക്കോൺ 0.6, 0.7 ആണ്. ജർമ്മനി 0.2, 0.3. സോ ടൈപ്പ് ഓഫ് സെമി എമൗണ്ട് ഓഫ് ഡോപ്പിംഗ് ഡിപ്പെൻഡന്റ് ആണ്, അതേപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്. സോ ഡി ആണ് നമ്മുടെ ആൻസർ 1, 2 and 3. അടുത്ത 2 identical PN junctions are connected in series with a battery in 3 ways. 3 രൂപത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഈ 3 രൂപത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് across the 2 PN junctions are equal in circuit 1 and 2, circuit 2 and 3, circuit 1 and circuit 3 and circuit 2 only. നോക്കാം നമുക്ക് ഇതിനകത്ത് PN series connection, PN and P, no chances. ഒന്ന് നേരെ വിനോദായിരുന്നു. അടുത്ത NP, so that's also in series. So circuit this one and circuit this one, both forward and reverse bias equal values ആയിരിക്കും. ഇത് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിലും equal values ആണ്. So circuit എന്താണ്? 1 and circuit 3. So C is the answer. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും കുറെ ചെയ്യാം, ആവശ്യപോലെ ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ തിയറി പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തിയറി പാർട്ട് നല്ലതുപോലെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് പോർഷൻ ആണ് ഇത്. കാരണം നിങ്ങൾ എഞ്ചിനീയറിംഗ് വരുമ്പോൾ വീണ്ടും ഈ പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചോളണം. സെമി കണ്ടക്ടർ, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ലോജിക് സർക്യൂട്ട്സ് എന്റെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ ബുക്കിൽസ് റെഫർ ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും. ബിക്കോസ് എല്ലാം തന്നെ ഞാൻ തിയറി പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഈ പ്രോബ്ലംസ് നിങ്ങൾ നല്ലോണം പഠിക്കും. ഓക്കെ.